പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചെറുചിന്ത മത്തായി സുവിശേഷ എഴുത്തുകാരനെയും സുവിശേഷത്തെയും കുറിച്ചാണ്. അൽഫായുടെ മകനായ മത്തായിക്ക് ലേവി എന്നും ചുങ്കക്കാരൻ എന്നീ രണ്ടു പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. മത്തായിയുടെ ജന്മദേശം കവർനഹുമാണ്. റോമൻ ഗവൺമെൻറ്റിന് ചുങ്കം പിരിവായിരുന്നു മത്തായിയുടെ ജോലി. ചുങ്കക്കാർ യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അതിനാൽ ചുങ്കക്കാരും പാവികളും എന്ന പ്രയോഗം നിലനിന്നിരുന്നു. ചുങ്കം പിരിവിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് യേശു മത്തായിയെ വിളിക്കുന്നത്, മത്തായി യേശുവിനെ അനുഗമിക്കുന്നത്. തുടർന്ന് മത്തായി യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായി തീർന്നു. മത്തായി ഒരു എഴുത്തുകാരനായി തീരുകയും തൻ്റെ സ്വന്തം പേരിൽ സുവിശേഷം എഴുതുകയും ചെയ്തു. ഈ സുവിശേഷം യഹൂദന്മാരെ പ്രത്യേകമായി ഉദ്ദേശിച്ചെഴുതപ്പെട്ടതാണ്. മത്തായി സുവിശേഷത്തിൻ്റെ ചില പ്രത്യേകതകൾ: പുതിയ നിയമത്തിലെ ആദ്യത്തെയും സുവിശേഷങ്ങളിൽ ഒന്നാമത്തെയും സുവിശേഷമാണ് മത്തായി. ഈ സുവിശേഷം AD 60-നും 65-നും ഇടയിൽ എഴുതപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഈ സുവിശേഷത്തെ 28 അധ്യായങ്ങളെ തിരിച്ചിരിക്കുന്നു. ഈ അധ്യായങ്ങളിൽ 1071 വാക്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി ഈ സുവിശേഷത്തിലൂടെ 177 ചോദ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ 25 പ്രവചനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിവൃത്തിയായ 164 പ്രവചനങ്ങളും നിവൃത്തിയാകാത്ത 92 പ്രവചനങ്ങളെയും അങ്ങനെ ആകെ 256 പ്രവചനങ്ങൾ ഈ സുവിശേഷത്തിൽ കാണാവുന്നതാണ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. മത്തായി 5:17 ഈ വാക്യം ഈ സുവിശേഷത്തിലെ പ്രധാന വാക്യമായി കണക്കാക്കപ്പെടുന്നു. ഈ സുവിശേഷം യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതിനാൽ ഒന്നാമതായി യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷയായിരുന്ന ദാവീദ് പുത്രനായ മശിഹ യേശു എന്ന് പഴയ നിയമ പ്രവചനങ്ങൾ യേശുവിൽ നിറവേറിയെന്ന് തെളിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മത്തായി അതിനായി പഴയ നിയമത്തിൽ നിന്ന് 29 ഉദ്ധരണികൾ ഉപയോഗിക്കുകയും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു എന്ന് 13 പ്രാവശ്യം തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി യഹൂദന്മാർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴുന്ന രാജാവിനെ ആയിരുന്നു. അതിനാൽ മത്തായി യേശുക്രിസ്തുവിനെ രാജാവായി വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ അന്ത്യം ഇപ്രകാരമായിരുന്നു: പെന്തക്കോസ്ത് നാളിനു ശേഷം പലസ്തീൻ, എത്യോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും എത്യോപ്യയിൽ വെച്ച് വാളിനാൽ കൊല്ലപ്പെടുകയുണ്ടായി. മത്തായി എന്ന അപ്പോസ്തലൻ്റെ ജീവിതവും സുവിശേഷത്തിൻ്റെ വിശേഷതകളെയും കുറിച്ചുള്ള ചിന്ത എല്ലാവർക്കും ആത്മീയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.